ഹായ് ഹലോ ഫ്രണ്ട്സ്, അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദുവും സച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദർശ് അത് മുടക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണത്ര ശരിയല്ല, ഇവന് നാട്ടില് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്, അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ നന്ദു എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. എന്നിട്ടാ അവനിപ്പം നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് വന്നേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോണ്ട് തന്നെ സച്ചിയെ തല്ലി ചതയ്ക്കുന്നുണ്ട് ആദർശ്. നന്ദു ഉടനെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? ഈ വൃത്തികെട്ടവന് വേണ്ടിയിട്ടാണല്ലോ അമ്മ കെട്ടിത്തൂങ്ങി ചാകുമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഇത്രയൊക്കെ കേട്ടിട്ടും ഇയാളെ എൻ്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ തന്നെയാണോ ഇപ്പോഴും നിങ്ങളുടെ തീരുമാനം? ഇയാളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കുകയാണ് നന്ദു. ഇത് കേട്ട പാട് തന്നെ കനയ്ക്ക് അങ്ങ് ആകെ ദേഷ്യം വന്നിട്ട് സച്ചിയുടെ മുഖത്തിന് തന്നെ രണ്ടെണ്ണം പൊട്ടിക്കുന്നുമുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരു ചെറുക്കൻ തന്നെയാണ് നീ എന്നാ ഞാൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ടവനെയാണല്ലോ ഈശ്വര ഞാൻ എൻ്റെ മോളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്. എടാ, നിന്നെ ഇനി ഞങ്ങളുടെ കൺമുമ്പിൽ പോലും കണ്ടുപോകരുത്. ചുമ്മാതെയല്ല എൻ്റെ മോക്ക് നിന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതിരുന്നത്. അവക്ക് പറ്റിയ ചെറുക്കനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അവക്ക് വിവാഹം നടത്തുകയും ചെയ്യുമെന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ കൂടി സച്ചിയെ അവിടുന്ന് ആട്ടി ഇറക്കുന്നുണ്ട്. അങ്ങനെ അനാമികയെ കൊണ്ടും സച്ചിദാനന്ദനെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ തീർന്നു കിട്ടിയിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ല, ആരുടെ ശല്യം ഉണ്ടാവില്ല, നമുക്കിനി ഒന്നിക്കാൻ പറ്റും നന്ദു എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട് നന്ദുവിനോട്. നമ്മുടെ കല്യാണം ഇനി ആരൊക്കെ എതിർത്താലും മുത്തശ്ശൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരും എന്നും അനി പറയുന്നുണ്ട്. നന്ദുവിനത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, ആ സിയയുടെ സ്വഭാവം അറിഞ്ഞതോടുകൂടി തന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നീയുമായിട്ടുള്ള കല്യാണത്തിന് അമ്മ എതിരൊന്നും പറയാതിരുന്നാൽ മതി. അവരും കൂടെ സമ്മതിച്ചാൽ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല, നമുക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് രണ്ടാൾക്കും ഒന്നിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ സന്തോഷിച്ചിരിക്കുകയാണ് നന്ദു. അതേസമയത്ത് അനന്തപുരി തറവാട്ടിൽ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, നന്ദുമോളുടെ വീട്ടിലേക്ക് അവളെ ഇങ്ങോട്ടേക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണ ആലോചനയായിട്ട് ചെന്നത് ഞാനും വസുന്ധരയും കൂടിയിട്ടാണ്. അന്ന് കനകയും ഗോവിന്ദനും കൂടെ ഞങ്ങളെ നിരാശപ്പെടുത്തി മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ ജാനകിയും ദേവയാനിയും കൂടെ അവിടെ ചെന്ന് നന്ദുമോക്ക് ചേരുന്ന പയ്യൻ അനിയാണെന്ന് പറയണം. CA സച്ചിദാനന്ദന്റെ സ്വഭാവം മനസ്സിലായതോടുകൂടി അവരിനി ഇതിന് എതിർപ്പൊന്നും പറയില്ലെന്നാ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇനി അനിയും നന്ദുവുമായുള്ള വിവാഹം വെച്ച് താമസിപ്പിക്കേണ്ട അച്ഛാ, എത്രയും പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്തണം. പറ്റുവാണെങ്കിൽ അടുത്ത മാസം തന്നെ ആ വിവാഹം നടത്തണം. ഞാനെന്തായാലും ജാനകിയും കൂട്ടിക്കൊണ്ട് നന്ദുമോളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കനകയോടും ഗോവിന്ദനോടും ഒക്കെ ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും അവർക്കിനി അനിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും അവർ പ്രതീക്ഷിക്കാതെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്താനായിട്ട് നമ്മൾ ഇനിയിപ്പം ഇവർ തമ്മിൽ ഒന്നിക്കാനാ വിധിയെങ്കിൽ അതാർക്കും മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയി ഒന്ന് സംസാരിക്കാം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ ദേവയാനി. ജാനകിക്കും അനാമികയുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ജാനകിയും ഇതിനെതിർപ്പൊന്നും പറയുന്നില്ല. ഇപ്പം മോൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ജാനകിയും. അതുകൊണ്ട് ദേവയാനിക്കൊപ്പം ജാനകിയും പോകാൻ തയ്യാറാണ്. അതേസമയത്ത് CA സച്ചിദാനന്ദനാണെങ്കിലും വിവാഹം മുടങ്ങിയതിൻ്റെ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ്. തന്നെയുമല്ല, CA സച്ചിദാനന്ദൻ്റെ പല പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CA സച്ചിദാനന്ദനും അത് വലിയൊരു നാണക്കേടാണ്. തന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതിൻ്റെ ആ ഒരു ദേഷ്യം CA സച്ചിദാനന്ദൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് CA സച്ചിദാനന്ദനും. അതിനു വേണ്ടിയിട്ട് അവരുടെ ശത്രുവായ അനാമികയും വേണുവിനെയും ഒക്കെ പോയി കാണുന്നുണ്ട് CA സച്ചിദാനന്ദൻ. അങ്ങനെ സച്ചിൻ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നന്ദുവും അനിയും കൂടെ ചേർന്നിട്ടാണ് ഈ കല്യാണം മുടക്കിയത്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് ചെറിയ അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നന്ദുവിനെ കണ്ടേ പിന്നെ എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചിട്ട് അവസാനം വിവാഹം മുടങ്ങിപ്പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിന് കാരണക്കാരായവരെ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് CA സച്ചി. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സാറേ. നന്ദു അനിയും ഒന്നിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പണ്ട് മുതലേ നന്ദുവാണ് എൻ്റെ ശത്രു. അങ്ങനെയുള്ള ഒരുത്തിയെ സാറും വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അനിയും നന്ദു ഒന്നിക്കരുത്, എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വേണുവും അനാമികയും കൂടിയിട്ട് പറയുന്നുണ്ട് CA സച്ചിദാനന്ദൻ്റെ അടുത്ത്. ഈ ഒരു കാര്യത്തിൽ സാറിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വേണുവും പറയുന്നുണ്ട്. നന്ദുവിനെ ഭാര്യയായിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അവനും കിട്ടാൻ പാടില്ല. നന്ദുവിനെ കല്യാണം കഴിച്ച് അവളെ എൻ്റെ ഭാര്യയാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം.
അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളൊക്കെ കളിച്ചത്. എന്നിട്ടും നന്ദുവിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവനും നന്ദുവിനെ ഭാര്യയാക്കാൻ കഴിയരുത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ചില സഹായങ്ങളൊക്കെ എനിക്ക് ആവശ്യമായി വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ സി എ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കരുതെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സി എ സച്ചിദാനന്ദൻ അവിടുന്ന് പോയതിനു ശേഷം വേണു അനാമികയോട് പറയുന്നുണ്ട്, മോളെ, ആ മൊട്ടച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ മോളുടെ കല്യാണം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മോള് തന്നെ കണ്ടുവച്ചിട്ടുള്ള ഒരു പയ്യനില്ലേ, ആ സ്റ്റെബിൻ, ആരെ വേണമെങ്കിലും മോള് കല്യാണം കഴിച്ചു. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുകയും വേണം. ആ മൊട്ടച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോളുടെ കല്യാണം നടക്കണം. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം മോളെ. ഇനി ഇതിങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല. മോളിപ്പോൾ ഒരു കാര്യം ചെയ്യും, ആ സ്റ്റെബിനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കേ. നാളെ അച്ഛനും അമ്മയും കൂടെ സ്റ്റെബിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറ. അവരുടെ അച്ഛനെയും അമ്മയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അനാമിക സ്റ്റെബിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജാനകിയും ദേവയാനിയും കൂടിയിട്ട് അടുത്ത ദിവസം നന്ദാവനത്തിലോട്ട് പോവുകയാണ് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ആ ഒരു സമയത്ത് അവിടെ എല്ലാവരും നന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. കനയ്ക്കും ഗോവിന്ദനൊക്കെ നല്ല വിഷമമുണ്ട്. ആ സമയത്ത് ദേവയാനിയാണെങ്കിലും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് കാര്യമില്ലല്ലോ, അടുത്ത കാര്യം എന്താണെന്നുള്ളത് നോക്കണ്ടേ, അടുത്തത് ഇനി എന്താണ് നടക്കേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലാണല്ലോ, ഇനിയിപ്പോൾ നമ്മൾ വാശി പിടിക്കാതെ അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ഒന്നും മിണ്ടുന്നില്ല. അവരിങ്ങനെ വിഷമിച്ച് ദേവയാനിനെ നോക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അതിപ്പോൾ ഞങ്ങൾ എന്തു പറയാനാ ദേവയാനി, കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയില്ലേ, ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് വരെ ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം അനിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ മോളെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് വിടാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവൾക്ക് അതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ അല്ലേ കനക എന്നിങ്ങനെ ചോദിക്കാനുണ്ടോ. അപ്പൊ കനക പറയുന്നുണ്ട്, അതേ ഗോവിന്ദേട്ടാ, ഇനിയിപ്പം നമ്മളെ എന്ത് പറയാനാ, ഞങ്ങൾക്കറിയാം ആദർശമോന്റെ അമ്മയെ, നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും ഇത്രയും നാളും ഇവർ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പം അതാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ. എൻ്റെ നന്ദൂട്ടനെ ഏറ്റവും യോജിച്ച ചെറുക്കൻ തന്നെയാണ് അനിമോൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിനെ എതിർത്തെന്നുള്ളത് നിങ്ങൾക്കറിയാവല്ലോ. കുട്ടികൾ 3 പെൺമക്കളെയും ഒരേ വീട്ടിലോട്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആൾക്കാർ പലതും പലതല്ലേ പറയണത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് കൂടുതലും എതിർപ്പ് അറിയിച്ചത്. ഇനിയിപ്പം അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ, കുട്ടികളുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും നന്ദൂര് പറ്റിയ ഒരു ചെറുക്കനെ അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ഞങ്ങളുടെ നന്ദൂട്ടനെ അനിമോന് വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണെന്നൊക്കെ കനക പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ജാനകിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, നന്ദുവിനെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം കനകെ. പണ്ട് പല തെറ്റിദ്ധാരണകളുടെയും പുറത്താണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത്. ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആരാണ് നല്ലതെന്നും ആരാണ് കൊള്ളാത്തതെന്നൊക്കെ എനിക്കിപ്പം പൂർണ്ണമായിട്ട് ബോധ്യമായി. അതുകൊണ്ട് ഒരു കാരണം കൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം. അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾക്കിത് ഞാൻ തരുന്ന വാക്കാണ് എന്നൊക്കെ ജാനകി അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലും ആവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നന്ദുവിനാണെങ്കിലും അനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ അതൊക്കെ സംസാരിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അനന്തപുരിയിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം അനാമികയും വേണുവും സി എ സച്ചിദാനന്ദനൊക്കെ ഈ വിവരം അറിഞ്ഞ് ആകെ ഷോക്കാവുന്നുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം മുടക്കണം എന്നൊക്കെയുള്ള പ്ലാനുകളൊക്കെ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം മുടക്കണം എന്നുള്ളൊരു വാശിയാണ് അവർക്ക്. അനിയും നന്ദുവും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അച്ഛാ. എൻ്റെ സ്ഥാനത്തേക്ക് ആ നന്ദു കയറി വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ആ വീട്ടിലെ ആരുമല്ല ഞാൻ, എന്നാലും അങ്ങനെ അവനും അവളും കൂടെ സുഖിച്ച് ജീവിക്കുന്നത് ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവനെ കൊല്ലാനാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അങ്ങനെ അവർ സുഖിച്ച് ജീവിക്കേണ്ട എന്ന് തന്നെ അനാമിക വേണുവിനോട് പറയുകയാണ്. അങ്ങനെ സി എ സച്ചിദാനന്ദനും അനാമികയും വേണുവും ഒക്കെ കൂടിയിട്ട് ആ കലിപ്പിലിരിക്കുകയാണ് കേട്ടോ. അവരൊക്കെ കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. എനിക്കെതിരെ കേസൊക്കെ കൊടുത്ത് അവനെ കോടതിയിൽ കയറ്റിയെങ്കിലും കാര്യമായിട്ട് അവനൊന്നും തന്നെ സംഭവിക്കാതെ ഇറങ്ങി പോകുന്നില്ലേ, അത് നമുക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെയുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പം അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹത്തിന് എല്ലാവരും സമ്മതിച്ചതും. ഇതിനൊക്കെ അവർ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സി എ സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, അതിന് നമുക്ക് വളഞ്ഞ വഴികൾ തന്നെ സ്വീകരിക്കേണ്ടി വരും, അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും ഇല്ലെന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ വേണു പറയുന്നുണ്ട്, വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി, എന്തായാലും കുഴപ്പമില്ല സാറേ, എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവർ രണ്ടുപേരും സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത്. ഇവിടെ ഇപ്പോൾ സാറിനും നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. സാർ ആഗ്രഹിച്ച പെൺകുട്ടിയെ സാറിന്റെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. വിവാഹം വരെ എത്തിയിട്ട് പോലും സാറിന് അവളെ സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ. അതിന്റെ ദേഷ്യവും സങ്കടമൊക്കെ സാറിന് എന്തോരം ഉണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സാറിന് അവരോടുള്ള ദേഷ്യം എത്രത്തോളം ആണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം.
അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം ഇവിടെ കളിക്കാൻ, ആർക്കും ഒരു സംശയം ആകാത്ത രീതിയിൽ. സാറോ ഞങ്ങളോ ആണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് അവരറിയാൻ പാടില്ല. നന്ദുവും അനിയും തമ്മിലുള്ള അടുപ്പം അത്രത്തോളം ഉണ്ട് സാറേ. അവർ തമ്മിൽ അടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരിൽ ഒരാൾ ഇല്ലാതാകണം, എന്നാൽ മാത്രമേ ആ ബന്ധം നടക്കാതിരിക്കുള്ളൂ എന്നിങ്ങനെ പറയാനോട്ടോ വീണു. അപ്പോൾ ഉടനെ CA സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നന്ദുവിനെ ഇനി വിവാഹം കഴിച്ചില്ലെങ്കിൽ അതെന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് നന്ദുവിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അനിക്ക് എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. നന്ദുവിന്റെ ജീവിതത്തിൽ നിന്ന് അനി ഒഴിഞ്ഞു മാറി പോകണം. അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ. നന്ദുവിന്റെ ജീവിതത്തിൽ നിന്ന് അവനെയാണ് ഒഴിവാക്കേണ്ടത് എന്നിങ്ങനെ സച്ചിദാനന്ദൻ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത്. അവൻ ഇല്ലാതായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവനെ പോലെ നട്ടലില്ലാത്തതിന്റെ കൂടെയൊക്കെ ഏത് പെണ്ണ് ജീവിക്കാനാ? പക്ഷേ അവൻ തോറ്റു തുന്നമ്പാടി നടക്കുന്ന എനിക്ക് കാണണം. അവൻ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടാതെ അവൻ മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ അനാമിക ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ വേണു പറയുന്നുണ്ട്, അതിനൊരൊറ്റ വഴിയെ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നുള്ളൂ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്താ അച്ഛൻ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ ഉടനെ തന്നെ വേണു പറയുന്നുണ്ട്, മോളെ ഒരു വാഹനാപകടം ഉണ്ടാക്കണം. വാഹനാപകടം ഉണ്ടാക്കിയാൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവൂലേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും CA സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി പോലും ഇല്ലാതായി പോകും. അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് CA സച്ചിദാനന്ദൻ. അപ്പോൾ ഉടനെ വേണു പറയുന്നുണ്ട്, സാർ ഇങ്ങനെ പേടിക്കാതെ സാറേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ സാറ് നോക്കിയാൽ മതി. കേസ് മഴക്കും അക്കാലത്തും ആകാതെ സാർ ഒന്ന് ഇടപെട്ടാൽ മാത്രം മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ സാറിനും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് വേണു. അപ്പോൾ CA സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മൾ നല്ലതായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സമയവും സന്ദർഭവും നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യതയോട് കൂടി തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചു പോയാൽ എല്ലാവരും കുടുങ്ങും. അത് ഓർത്തോണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ എന്നൊക്കെ CA സച്ചിദാനന്ദൻ വേണുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എനിക്ക് 3-4 കൊട്ടേഷൻ ടീമുകളൊക്കെ അറിയാം. അവരിൽ 2-3 പേര് വിശ്വസ്തരാണ്. അവരെ ജോലി ഏൽപ്പിച്ചാൽ ഇരു ചെവി അറിയാതെ കാര്യം നടന്നു കിട്ടും. പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് ഇച്ചിരി കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. അത് കൊടുക്കാൻ സമ്മതിച്ചാൽ നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്ന് അവരെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അവർ നോക്കിയും കണ്ടും ചെയ്തോളൂ എന്നൊക്കെ വേണു പറയുമ്പോഴേക്കും CA സച്ചിദാനന്ദൻ പറയുകയാണ്, അതൊന്നും ഒരു പ്രശ്നമില്ല, എമൗണ്ടൊക്കെ നമുക്ക് കൊടുക്കാം. ഇരു ചെവി അറിയാതെ പിന്നെ ഇതൊരു തലവേദനയാകാതെ കാര്യങ്ങളൊക്കെ തീർത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ വേണു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. സാറ് കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയാൽ മതി. എന്തായാലും 2 കൂട്ടരുടെ ആവശ്യമായതുകൊണ്ട് 50-50 ആക്കാം അല്ലേ? പകുതി കാശ് ഞാനും ഇടാം, പകുതി കാശ് സാറും ഇട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണു CA സച്ചിദാനന്ദൻ അവിടെ നിന്ന് പോയതിനു ശേഷം പറയുന്നുണ്ട്, മോളെ ഒരു വടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ നമുക്ക് കിട്ടിയ ചാൻസാണ് ഇത്. എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് തന്നെ നമ്മൾ ഈ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ CA സച്ചിയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിക്കോളും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അനാമിക ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാൽ അങ്ങനെ? മോളെ പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒറ്റിക്കൊടുക്കും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ CA സച്ചിയാണെന്നുള്ളത് നമ്മൾ വരുത്തി തീർക്കണം. അതിനുള്ള ചെറിയ ചെറിയ ക്ലൂ ഒക്കെ അവർക്കും കൊടുക്കണം. നാളെ നമ്മൾ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ ഇതുവരെ ആയതുപോലെ ആകരുത്, ഇനിയെങ്കിലും വിജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വേണു കൊട്ടേഷൻ ടീമിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ പറഞ്ഞ തുക കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അനിക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് വേണു, അനാമികയും CA സച്ചിദാനന്ദനും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് അവർ. അനി ഓഫീസിൽ പോയിട്ട് വരുന്ന സമയമൊക്കെ മനസ്സിലാക്കിയ അവർ ആ സമയത്ത് തന്നെ ആരുമില്ലാത്ത തക്കം നോക്കി വാഹനാപകടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആ കൊട്ടേഷൻകാരെ വലിയൊരു ലോറിയുമായിട്ട് വന്നിട്ട് അനിയുടെ പിന്നാലെ പോയി ആ വണ്ടിക്കിട്ട് ഒരു തട്ട് കൊടുക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ട വണ്ടി റോഡിലോട്ട് മറിഞ്ഞു വീഴുകയാണ്. അനിയുടെ തല റോഡിൽ ചെന്ന് ഇടിച്ചിട്ട് തലേന്ന് ചോര വന്ന് അനിക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. കൊട്ടേഷൻകാരാണെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി നിർത്താതെ സ്പീഡിൽ പോകുന്നുമുണ്ട്. അതിനുശേഷം അതിലെ വന്നവരാണ് അനി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അനിയെ ഹോസ്പിറ്റലിൽ ആക്കുന്നുമുണ്ട്. കൂടാതെ തന്നെ ഈ വാർത്ത അനന്തപുരിയിലും നന്ദുവിൻ്റെയും ചെവിയിൽ എത്തുന്നുണ്ട്. ഇതറിഞ്ഞ പാടെ എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. എല്ലാവരും ഓടിക്കെന്നിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അനി വളരെ സീരിയസ് ആയിട്ട് തന്നെ ICUക്കകത്താണ്. കുറച്ചധികം ബ്ലഡ് ലോസായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേട്ട പാടെ നന്ദുവിനാണെങ്കിലും സങ്കടം സഹിക്കവയ്യാതെ നന്ദു ഒരുപാട് വിഷമിച്ചിരുന്ന് കരയുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദുവിനെ ജാനകിയും എല്ലാവരും ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ആകെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണ് അനിക്ക് ബോധമൊക്കെ തിരിച്ചു കിട്ടുന്നത്. ആ സമയത്ത് അനി നന്ദുവിനെ കാണുന്നുണ്ട്.
അന്നേരം നന്ദുവിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്. അങ്ങനെ അനിയെ കാണാൻ നിറകണ്ണുകളോടെ നന്ദു അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും അനി നിസ്സഹായ അവസ്ഥയോടെ നന്ദുവിനെ നോക്കുന്നുണ്ട്. എന്താടാ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനി നന്ദുവിനോട് പതിയെ പറയുന്നുണ്ട്, എന്നെ ഒരു ലോറിയാണ് ഇടിച്ചത്, മനഃപൂർവ്വം ആരും എന്നെ അപകടപ്പെടുത്തിയതാണ് എന്നിങ്ങനെ അനി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങളാവുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നന്ദുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നന്ദുവിൻ്റെതായ രീതിക്കുള്ള ഒരു അന്വേഷണം അവിടെ തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സി സച്ചിദാനന്ദൻ അനിയുടെ മൊഴിയെടുക്കാനാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്ത് സി സച്ചിദാനന്ദൻ്റെ ആ ഒരു നോട്ടവും പുച്ഛവും അവർ കളിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു സംസാരമൊക്കെ കേട്ടപ്പം നന്ദുവിന് സി സച്ചിദാനന്ദനെയാണ് കേട്ടോ ആദ്യം തന്നെ സംശയം വന്നത്. അങ്ങനെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ നന്ദുവിൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം അവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ